ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ 9 ദിവസം നിങ്ങൾക്ക് പ്രാണായാമവും ചക്ര മെഡിറ്റേഷനുമാണ് ഞാൻ എടുത്തു തന്നത്. അതായത് പരിശീലിപ്പിച്ചത് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചത് എന്ന് പറയാം. എല്ലാ ദിവസവും കൃത്യസമയത്ത് തുടങ്ങി ഏകദേശം കൃത്യസമയത്ത് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുപോയത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇന്നലത്തോടു കൂടി 9 ദിവസം കഴിഞ്ഞു. 7 ദിവസം ചക്ര മെഡിറ്റേഷൻ, 7 ചക്രകൾ ഓരോ ദിവസം ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്നലെ 7 ചക്ര ഒരുമിച്ച് ആക്ടിവേറ്റിംഗ് ചെയ്യുകയും നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 9 ദിവസത്തെ പ്രാണായാമത്തെക്കുറിച്ചും ചക്ര മെഡിറ്റേഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത്. അതായത് എന്നെക്കുറിച്ച് എൻ്റെ നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിലും മൈൻഡിലും തോട്ടിലും ഹെൽത്തിലും ബോഡിയിലും ഉണ്ടായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും ഞാൻ ചോദിക്കാം. അപ്പോൾ അവരൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം അനുഷ ആയിക്കോട്ടെ. അനുഷ, ഞാൻ ഇത് ചെയ്യാം. ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്യും കേട്ടോ. അനുഷ മാത്രം അൺമ്യൂട്ട് ചെയ്യും. ഇപ്പൊ പറ്റും, നോക്കൂ. യെസ്, പറയൂ. കഴിഞ്ഞ 9 ദിവസത്തെ കുറിച്ചിട്ട് പറയൂ. ഹായ് സാർ, നമസ്തേ. ചക്ര മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞാല്, ചക്ര മെഡിറ്റേഷൻ എന്നെ സംബന്ധിച്ച് നല്ലൊരു അനുഭവമായിരുന്നു. സാറിന്റെ നവംബറിൽ നടന്നിരുന്ന ചക്ര മെഡിറ്റേഷന്റെ ക്ലാസ്സിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ലാസ്റ്റ് ഡേയില് 7 ചക്ര ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു സങ്കടമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ ഈ ക്ലാസ്സിൽ അത് ഇന്നലെ അത് സാധിച്ചു. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഓരോ ദിവസവും മെഡിറ്റേഷൻ, പേഴ്സണലി എനിക്ക് മെഡിറ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ ക്ലാസ്സും ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഇന്നലത്തെ ക്ലാസ് ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. നമ്മൾ ശരിക്കും ആ മൂലാധാര ചക്രത്തിൽ തുടങ്ങി സഹസ്രാരത്തിൽ എത്തിയപ്പോഴത്തേനും ശരിക്കും എന്തോ ഒരു ചേഞ്ച് ബോഡിയിൽ സംഭവിച്ചൊരു ഫീൽ ആയിരുന്നു. ആ സഹസ്രാര ചക്രമൊക്കെ ശരിക്കും നമ്മുടെ തലയ്ക്ക് മുകളിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ കടന്ന് കറങ്ങണ പോലെ ഉള്ളൊരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം കഴിഞ്ഞപ്പോ നമ്മള് എവിടെയോ എത്തിയൊരു നമ്മൾ എവിടേക്കോ പോയൊരു ഫീല്. അതായത് നമ്മൾ ശരിക്കും ഇവിടെ തന്നെയല്ലേ ഇരിക്കണേ എന്നൊക്കെ തോന്നിയൊരു ഇതായിരുന്നു. ശരി, എന്താ പറയാ, ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോവാന്ന് പറയില്ലേ, ആ ഒരു അനുഭവം ശരിക്കും എനിക്ക് കിട്ടി. അത് ഓരോ ഒന്നിങ്ങനെ ആക്ടിവേറ്റ് ചെയ്തപ്പോ ശരിക്കും അത്രയും നേരം വേറെ ഒന്നിലേക്കും പോവാണ്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റി. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി, ഒരു നല്ല അനുഭവമായിരുന്നു അത്. പിന്നെ സാറിന്റെ മറ്റുള്ള ക്ലാസ്സുകളെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. എല്ലാ ക്ലാസ്സുകളും സാറ് ഓരോന്നും 15 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ഒന്നും ചെയ്തിരുന്നല്ലോ. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് എനിക്ക് തുടക്കത്തില് ഞാൻ കുറച്ചൊരു ത്രോട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ 9 days നമ്മൾ പ്രാണായാമം ചെയ്തപ്പോൾ അതിനൊക്കെ നല്ല വ്യത്യാസം വന്നു. പിന്നെ ബ്രീത്തിങ്ങിന്റെ ഒരു കപ്പാസിറ്റി കൂടുതൽ നമ്മൾ അറിയണ്ടായിരുന്നു. കാരണം ആദ്യം ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 9 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് നല്ല വ്യത്യാസം തോന്നി തുടങ്ങിയിരുന്നു. പിന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും നോട്ട്സുകൾ തരുന്നില്ലേ? ഇല്ല സാറ്, പിന്നെ സാറിന്റെ ക്ലാസ്സുകൾ പൊതുവെ ഇപ്പോ ചക്ര മെഡിറ്റേഷന്റെ ക്ലാസ് ആയാലും മറ്റുള്ള ക്ലാസ്സുകളാണെങ്കിലും സാർ ഏത് ക്ലാസ് എടുക്കുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ആ നോട്ട്സും കൂടെ നമുക്ക് തരുന്ന കാരണം, വെറും തിയറി ക്ലാസ് ഒപ്പം തരുന്ന കാരണം അത് നമുക്ക് വളരെ ഈസി ആയിരുന്നു. ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കണക്ട് ആവുമായിരുന്നു. അത് നല്ലതായിട്ട് തന്നെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സാധാരണ എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള ഒരു ചക്ര മെഡിറ്റേഷന്റെ ക്ലാസ്സിലൊക്കെ തിയറി ഇത്രയും കൂടുതലായിട്ട് കിട്ടാറുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ സന്തോഷമായിട്ട് തോന്നിയിരുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നമ്മളെ കുറിച്ച് നെഗറ്റീവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ? സമയം മറ്റെല്ലാം ക്ലിയർ ആണോ? ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും? സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് ചേഞ്ചസ് വരുത്താൻ പറയാൻ ഉള്ള ഒരു അർഹത ഉണ്ടോ എനിക്ക് ഇല്ല. കാരണം എന്താ വെച്ചാൽ സാർ അത്രയും കറക്റ്റ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട്.
അതിപ്പോ പങ്ക്ച്വാലിറ്റി ആയാലും ഡെഡിക്കേഷൻ ആയാലും പിന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് സാറ് ക്ലാസ് കൊണ്ടുപോകുന്നതെന്നാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും നോട്ട്സും കാര്യങ്ങളും സാറ് അത്രയും ടൈം എടുത്ത് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അയച്ചു തരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് എനിക്ക് എപ്പോഴും ഭയങ്കര അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിലെപ്പോഴും സാറോട് ഒരുപാട് നന്ദിയുണ്ട്. അല്ലെ, എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ശരിക്കും നമ്മൾ വരുന്ന ശരിക്കും മാനസികം ചിന്താശാലിയായിരിക്കും. നമ്മൾ നല്ല ആക്റ്റീവ് ആയ എനർജിയായി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നത്, അസുഖങ്ങളില്ലാതെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ 100% റിസൾട്ട് വരുന്നുണ്ട് എനിക്ക് തന്നെ അറിയാം. എങ്കിൽ ഞാൻ ചോദിച്ചത് മാത്രം. പിന്നെ മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ് ആണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ പലരും പല രീതി നമ്മൾ കാണുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണാറുണ്ടല്ലോ. ഞാൻ ഒന്നും റെക്കോർഡിങ്ങിൽ കൊടുക്കുക, എല്ലാം ലൈവ് സെഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം കൂടെ റെക്കോർഡ് ചെയ്യാൻ ഒരാൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ആളുകളെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ. ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എല്ലാ ഫാമിലി ഹിസ്റ്ററി അടക്കം ചോദിക്കാറുണ്ട്. എല്ലാം ചോദിച്ച് നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് മുന്നോട്ട് പോകാറുള്ളൂ. പിന്നെ വേറെ എന്തൊരു നിർദ്ദേശം? പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു പ്ലേസിൽ നമ്മൾ ഇരുന്ന് അത്രയും ക്ലിയർ ആയിട്ട് വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സാറിന്റെ ആ വോയിസ് റെക്കോർഡ് എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. വലിയ ഡിസ്റ്റർബൻസ് ഒന്നും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 1-2 സ്ഥലത്തൊക്കെ ചെറിയൊരു ഒരു ചെറിയൊരു ഒരു വൈബ്രേഷൻ പോലെ ചെറുതായിട്ടൊന്ന് വന്നു എന്നുള്ള ഒഴിച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് ഇന്റർനെറ്റ് ഇഷ്യൂ വരാം. നമ്മളെല്ലാം ശരിക്കും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അതർവൈസ് മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. നല്ല പക്കയായിട്ട് വോയിസ് പോയിരുന്നു. ഞാൻ ഓൺലൈനിൽ ക്ലാസ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ ഒരാൾക്ക് വരാത്ത രീതിയിലാണ്. ഇപ്പോ അനൂഷ് എന്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ കറക്റ്റ് സ്ക്രീനിൽ കറക്റ്റ് എന്റെ അടുത്തായിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ എല്ലാ ടെക്നോളജി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ യോഗയായാലും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആയാലും പ്രാണായാമം ഫേഷ്യൽ എക്സസൈസ് ആണെങ്കിൽ പോലും ഞാൻ മുഴുവനായിട്ട് നിങ്ങളെ കറക്റ്റായി കാണിക്കാറുണ്ട്. അറിയാലോ, ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ, എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ലാസ് ഭയങ്കര വളരെ റിലാക്സേഷൻ കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. പേഴ്സണലി ഞാൻ നല്ലപോലെ എന്താ പറയാ അത് ഉൾക്കൊണ്ട് അനുഭവിച്ച് ചെയ്തൊരു ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സുധീർ സർ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ. സാറേ, നമ്മള് ഇപ്പൊ ഇതിന് മുന്നേ അനുഷ പറഞ്ഞ പോലെ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ 2-3 ക്ലാസ് മിസ്സായി. അപ്പൊ ഇപ്പോഴത്തെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു, എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോ എന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഒരു മിസ്റ്റേക്സും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ചൊരു മൈൻഡ് കൂളായിട്ടുണ്ട്, സ്ട്രെസ് ലെവൽ കുറച്ച് കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പോ അതുപോലെ ഇന്നലത്തെ ആ ലാസ്റ്റ് ഡേ, ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈൻഡ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയി. ഇടയിൽ ലാസ്റ്റ് സെഷൻ ആയപ്പോഴേക്കും ഉറങ്ങിപ്പോയി അറിയാണ്ട് തന്നെ. അതായത് അത്രയും മൈൻഡ് അത്രയും റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു ഈ 9 ദിവസത്തെ ക്ലാസ്. അപ്പോ നല്ലൊരു അഭിപ്രായമാണ് സാറേ. വേറെ എന്തെങ്കിലും നിർദ്ദേശം, നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? 1% പോലും നെഗറ്റീവ് ഇല്ല സാറേ. 100% സൂപ്പറാണ്. വേറെ എന്തെങ്കിലും ഇല്ല? ഓക്കെ, വേറൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഷാലു, അൺമ്യൂട്ട് ചെയ്യൂ. പറയൂ, എന്നോട് മാത്രം ഈ 9 ദിവസത്തെ കാര്യം പറയൂ. ആദ്യം തന്നെ സാറിന് ഒരു വലിയ താങ്ക്സ്. ഞാൻ ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്തത് കുറെ സെർച്ച് ചെയ്തിട്ടാണ്. കുറെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കുറെ യോഗ ക്ലാസ്സസ് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ എത്തിപ്പെടുന്നത്. അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് ഫീസിന്റെ അഫോർഡബിലിറ്റി ആണ്. ഇത്രയും കുറഞ്ഞൊരു ഫീസ് കണ്ടപ്പോ ഓക്കെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം സാറിന് മെസ്സേജ് ചെയ്യുന്നത്. പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ ആ സെക്കൻഡ് ഡേ, ഒരു സെക്കൻഡ് ഡേയിൽ തന്നെ എനിക്ക് മിറാക്കിൾസ് സംഭവിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ട് ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട്. ഈവൻ രാവിലെ മുതലുള്ള യോഗയാണെങ്കിലും പിന്നെ ഇപ്പം 9 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിലെനിക്ക് മാറ്റം എന്ന് പറഞ്ഞാല്, ഞാൻ ഇത്രയും കാലം ന്യൂറോ ഇഷ്യൂസിന് മെഡിസിൻ കഴിച്ചിരുന്ന ഒരാളാണ്.
അപ്പോ എനിക്ക് എന്താന്ന് വെച്ചാല് മെഡിസിന് കൊടുക്കുന്ന പൈസ ഇപ്പൊ പകുതിയാക്കാൻ പറ്റി ഈ ഒരു മെഡിറ്റേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോ. അത് എന്നെ സംബന്ധിച്ചൊരു ഒരു കാര്യം വലിയ അച്ചീവ്മെന്റ് ആണ്. ഒരു കാര്യം, ഞാൻ 333 രൂപയാണ് വാങ്ങിച്ചത് എങ്കിൽ പോലും ഇത് ആര് കണ്ടാലും കുഴപ്പമില്ല, അത് എന്നെ സംബന്ധിച്ചോ നിങ്ങളിൽ 3333 രൂപ. ഞാനൊരു ബിസിനസ് പോലെയല്ല ഒരു ക്ലാസ് നടത്തും. ഞാൻ പല ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ യോഗ നടത്തുന്നുണ്ട്, ചക്ര മെഡിറ്റേഷൻ, നോർമൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സസൈസ്, മുദ്ര എല്ലാം നടത്തുന്നുണ്ട്, കൗൺസിലിംഗ് പോലും നടത്തുന്നുണ്ട്, പേഴ്സണൽ സെക്ഷൻ. പക്ഷേ ഇവിടെ ഒരു സാമ്പത്തിക ലാഭം എന്ന രീതിയിൽ ഒരു ക്ലാസ് നടത്തിയിട്ടില്ല. ഒരാളും ഗ്രൂപ്പിൽ ഒരാളും പറയില്ല, നമ്മുടെ ഒപ്പം എന്നല്ല ഒരാളും പറയില്ല. അത് വളരെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതെ അതെ അതെ, ശരിയാണ്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് യോഗ പോയി പഠിച്ചാലും ഒരു മാസത്തേക്ക് ഇത്ര പൈസക്കായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുണ്ട് ബേസിക് യോഗയൊക്കെ. പക്ഷെ ഒരിക്കലും നമുക്ക് സെൽഫായിട്ട് ഒരു 5-6 ദിവസത്തിൽ കൂടുതലൊന്നും യോഗ ചെയ്തു പോകാൻ പറ്റത്തില്ല. നമുക്കൊരു ഗൈഡ് മസ്റ്റ് ആണ്. പിന്നെ സാറെന്ന് പറയുമ്പോൾ നമ്മളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത്, സാറിന് ഇപ്പൊ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് സാറിന് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയാം. പക്ഷെ സാർ അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ട് ഓരോ ആളുകളെയും നോട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ മണിക്കൂറുകളും ഈ ഒരു ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. ഓരോ മെസ്സേജസ് കാണുമ്പോഴാണെങ്കിലും എല്ലാം. ഇടയില് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഫാസ്റ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്, പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാം വിളിച്ചു കഴിഞ്ഞാലും ഒക്കെ അതിന്റെ കൂടെ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒരാളെ നമ്മൾ വിഷമം അതിന് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഞാൻ അനുഭവിച്ച മാനസിക ചിന്ത, ശാരീരിക പ്രശ്നങ്ങൾ ഞാൻ സൊല്യൂഷൻ കണ്ട എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു സൊല്യൂഷൻ ഞാൻ ഇപ്പൊ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടായാലും ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ കൂടെ 47 ഡോക്ടേഴ്സ് മൊത്തമുണ്ട് ഇപ്പോ, രാവിലെ വൈകിട്ട് രാവിലെ മാത്രം 47 ഡോക്ടേഴ്സ് സ്ഥിരമായിട്ട്. പിന്നെ ഞാൻ ഇവിടെ യോഗ നിങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ പറഞ്ഞ യോഗ കോഴ്സ് ഒരാൾ ജോയിൻ ചെയ്യിച്ചില്ല. ചോദിച്ചു രാവിലെ നമ്മൾ ഇതിന്റെ ഫീഡ്ബാക്ക് പെർമിഷൻ അതിൽ കയറി പറയുന്നത് മാത്രം. കാരണം നമ്മൾ ചെയ്യിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് പഠിക്കുന്നു. എന്താ കാര്യം അറിയോ, ഒരാളും ഒറ്റയ്ക്ക് ചെയ്യത്തില്ല. എല്ലാം അറിയിച്ചാലും ഒരാളൊരു മെന്റർ ബാക്ക് നിങ്ങനെ ഇപ്പൊ നിങ്ങളെ കുട്ടികളെ പറയുന്ന പോലെ കഴിക്കുക കുളിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് എന്റെ പോളിസിക്ക് അനുസരിച്ച് നിങ്ങൾ കാണുന്ന ഗ്രൂപ്പ് കട്ടണമാണ് പേര് ഞാൻ ഒരു ഇതിന് തയ്യാറല്ല, ഒരു ടേംസ് ഇതിന് കറക്റ്റ് ഇതിന് മാത്രമല്ല ഒരു സംസാരം ഞാൻ തയ്യാറല്ല, ഒരു എക്സ്ക്യൂസും തയ്യാറല്ല. ബാക്കി അതെ, അപ്പോ എനിക്ക് പറയാനുള്ളത്, ഞാനിതില് 100% ഹാപ്പിയാണ്. ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുവരെ ഇത്രയും കാലത്തിനിടയ്ക്ക് സംഭവിക്കാത്തൊരു വലിയ മിറാക്കിളാണ് എന്നെ സംബന്ധിച്ച്. എന്റെ മെഡിസിൻ, അത് എനിക്കിപ്പോ ഈ അടുത്തായിട്ട് 2 ദിവസം ക്ഷീണം ഭയങ്കര കൂടുതലായിട്ട് തോന്നി. അപ്പൊ ഞാന് ഡോക്ടറെ ഇന്ന് വിളിച്ചിരുന്നു. സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത്, ഇത്രയും കാലം കഴിച്ച മെഡിസിൻ ഇനി അത്രയും വേണ്ട, അത് കുറയ്ക്കാം, അത് ആ മെഡിസിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ ക്ഷീണം എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോ എനിക്കും അത് ഭയങ്കര സന്തോഷം തോന്നി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് താങ്ക്സ്. വീണ്ടും എന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. പോന്നോളൂ. തീർച്ചയായിട്ടും തീർച്ചയായും. ഓക്കെ, താങ്ക് യു. രശ്മി അൺമ്യൂട്ട് ചെയ്യൂ. യെസ്, പറയൂ. എന്താണ് 9 ദിവസത്തെ ഇതും മറ്റു യാത്രകളും പറയൂ. കുറച്ച് ശബ്ദം കൂട്ടാവോ? കുറച്ച് ശബ്ദം കുറവുണ്ട് മൊബൈലില്. പറയൂ. ഒരു മാസത്തോളം കഴിഞ്ഞു സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്. ഇതിന് മുന്നേ ഞാൻ വേറൊരു യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വരികയായിരുന്നു. അതിൽ ഞാൻ ചക്ര മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു 15 മിനിറ്റ്സ് മാത്രമേ എല്ലാ ചക്രാസും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ഒരു ദിവസം ഞാൻ ആബ്സെന്റ് ആയി. എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം, അതായത് വീട്ടില് വെള്ളം ഇല്ലായിരുന്നു. അത് കാരണം കോളേജിൽ വന്ന ഒരു അവസ്ഥയിൽ എനിക്ക് പറ്റിയില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇന്നലെ ബാക്കി എല്ലാ ദിവസവും ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്ന അപ്പോ എനിക്ക് മെയിൻലി അതില് എനിക്കുണ്ടായ നേട്ടം എന്ന് പറയുന്നത്, ഞാൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക്കായി പോകുന്നൊരു സ്വഭാവ പ്രകൃതക്കാരിയാണ് ഞാൻ പൊതുവെ. അപ്പൊ ഫാമിലിയിലായാലും ഇപ്പൊ ഓഫീസിലായാലും എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡെസ്പായി പോകും. പിന്നെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്തൊരു പ്രശ്നം വന്നാലും അതൊരു ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയതുപോലെ ഒരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ആയപ്പോഴും മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോ
ഒരു വല്ലാത്തൊരു ക്ഷീണമായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഭയങ്കര ഒരു റിലീഫ് ആയിരുന്നു. കിളി പറന്നു പോയെന്ന് പറയത്തില്ല, ആ ഒരു ഫീലായിരുന്നു ശരിക്കും. പിന്നെ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ ഞാൻ 101% ഹാപ്പിയാണ്. വളരെയധികം. ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ എന്തോ നമ്മള് പൈസ മുതലായി എന്ന് പറയുന്ന ഒരു സംഭവം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നേരത്തെ സാമ്പത്തിക ലാഭം നോക്കുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളെ നമ്മുടെ വീട്ടിലെ അംഗം പോലെയാണ് എല്ലാരെയും കൊണ്ടുപോകുന്നത്. അപ്പൊ അതിൽ ഒരു കറക്റ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിച്ചാറില്ല. റെക്കോർഡിംഗ് ക്ലാസ് പോലെ ക്ലാസ് പലരും ചോദിച്ചു ഈ ക്ലാസ് റെക്കോർഡിംഗിലാണ് പോലും ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചണം, കറക്റ്റ് ടൈമിന് തുടങ്ങും, കറക്റ്റ് ടൈമിന് അവസാനിക്കും. രാവിലത്തെ കേസ് വെച്ചണം. പലരും ചോദിച്ചത് റെക്കോർഡിംഗ് ക്ലാസ് അല്ലേ, എന്നെ നിങ്ങൾ പറ്റിച്ചില്ലേ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സാധനം റെക്കോർഡിംഗിലല്ല. മനസ്സിലായിട്ടുണ്ടാവും. അതെ അതെ, ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് മറ്റേ ഹിന്ദിയിലുള്ള യോഗ അതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്ന കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിലാണ് സാറിന്റെ യോഗയുടെ ക്ലാസ്സിനെ കുറിച്ച് കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ സാറിന് മെസ്സേജ് അയക്കുകയും ചെയ്തു. അപ്പോ ഈ എമൗണ്ട് ആണ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. ഫസ്റ്റ് 3 രൂപയ്ക്ക് ഈ രാവിലത്തെ ബാച്ച് എനിക്ക് അതായിരുന്നു ആവശ്യം. ഞാൻ ഈവനിങ് ബാച്ചിലായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഓഫീസിൽ നിന്ന് വന്ന് ക്ഷീണിച്ചിരിക്കുന്ന ടൈമിൽ യോഗ ചെയ്യുന്നത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലതവണയും ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങളോട്. നമ്മൾ യോഗയോ വ്യായാമം എന്ത് ചെയ്യുകയാണെങ്കിലും രാവിലെ ഒരു 3 to 7 ചെയ്യണം. പിന്നെ ചെയ്യരുത്. ഇപ്പോ പല ആളുകളും 10 to 11, 12, 2 ഇതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലത്. ഇതൊക്കെ ഒരു ബിസിനസ്. ഞാനും കുറ്റപ്പെടുത്തലുണ്ട്, പല സാഹചര്യങ്ങളും ചെയ്യുന്നില്ല. ഒരു യോഗ ട്രെയിനേഴ്സിനും ഒരു വെൽനസ് ട്രെയിനേഴ്സിനും കുറ്റപ്പെടുത്തില്ല. എന്റെ അഭിപ്രായത്തിൽ രാവിലെ 3:30 രാവിലെ 7 ചെയ്യണം. പിന്നെ വൈകിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഞാൻ പണ്ട് കൊടുത്തിരുന്നു, പക്ഷെ റിസൾട്ട് ഉണ്ടായില്ല. കാരണം വെറുതെ വഴിപാട്. ഇപ്പൊ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരിക ആകെ ക്ഷീണത്തിലാണ് വരിക. യോഗയ്ക്ക് കയറുമ്പോഴേക്ക് മക്കൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഫോൺ വരുന്നു, ഒരു സമാധാനം. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഉറങ്ങുകയാണ്. ആരുടെ ശല്യമില്ല, ഫോണിന്റെ ശല്യമില്ല. ഈ സമയം നമ്മൾ കുറച്ച് ഉറക്കം പോകുന്നു, പക്ഷെ നല്ല ആക്റ്റീവ്, നല്ല എനർജി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി എഴുതി പഠിച്ചിട്ടാണ് കൊണ്ട്. പിന്നെ രാത്രി ദിവസങ്ങളാണ് ഞാൻ ഈ പറയുന്ന പോലെ 9, അതും എന്റെ ക്ലാസ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും മാത്രം, വേറെ സമയത്ത് ഒന്നുമില്ല. അപ്പോഴേ റിസൾട്ട് ഉണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് മെഡിറ്റേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ വീട്ടിലുള്ളവര് നമ്മളെ ഈ യോഗ ക്ലാസ് സാറിന്റെ സൗണ്ട് കേട്ടിപ്പോ എല്ലാവരും നേരത്തെ എണീക്കാറുണ്ട്. രാവിലെ അവരോട് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. രാവിലെ അത് എന്നോട് അതായത് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരൊക്കെ എങ്ങനെ എഴുന്നേൽക്കുന്ന 4:45, 4 മണിക്കും ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ വിളിക്കുന്നുണ്ട്. രാവിലെ എത്ര പേരെ ഞാൻ ഇപ്പോഴും വിളിക്കേണ്ട അറിയോ? 4:15 ഇപ്പോഴും 7 പേരെ രാവിലെ വിളിക്കേണ്ടത്. ഞാൻ വിളിക്കവര് എന്നിട്ട് എഴുന്നേക്കുന്നത്. അങ്ങനെയുണ്ട്. പക്ഷെ ഒരാഴ്ച അവർക്ക് ശീലം, അവർ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കുന്നുണ്ട്. സെക്കൻഡ് ബാച്ച് മാത്രം വിളിക്കാറില്ല, അതിന് സമയമില്ല. അത് കാരണം പക്ഷെ എന്തോ ഒരു എനർജി ബൂസ്റ്റർ പോലെ കേട്ടോ സാറ്. ശരിക്കും ഞാനൊരു 3:45 അലാറം വെച്ചിട്ടുണ്ട്. 3:45 ഞാൻ എണീറ്റ് ഉടനെ അടുക്കളയിൽ പോയിട്ട് ആദ്യം അറ്റൻഡൻസ് ഇടുകയാണ് എന്റെ മെയിൻ പരിപാടി. ഫസ്റ്റ് നിങ്ങൾ ഞാൻ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഫസ്റ്റ് എന്റെ മെസ്സേജ് വരുന്ന പോലെ കാത്തിരിക്കുന്ന പോലെ പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ മറുപടി വരുന്നത്. ഞാൻ ആദ്യം എടുത്തു വെച്ച് നോക്കും. പിന്നെ ആദ്യം കാണാത്തത് കൊണ്ട് സാറ് മെസ്സേജ് ഇട്ടാലേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പറ്റാവുന്നത്ര കാലം എന്നെ ഫോളോ ചെയ്ത് പോവാ, നിങ്ങളെ സക്സസിലേക്ക് എത്തും. നിങ്ങളെ തന്നെ ഓരോരുത്തരെയും കറക്റ്റ് ഫോളോ ചെയ്ത് പോവാ, അത്രേ പറയാനുള്ളൂ. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ച് പറയുക. അതാ ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. കാരണം പേഴ്സണൽ കാര്യം പേഴ്സണൽ തന്നെ പറയാം. ഒരാൾ ഞാൻ ഫീഡ്ബാക്ക് ഒന്നും ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കാറില്ലല്ലോ, ഡയറക്റ്റ് വിളിക്കാണ്ട് പറയാം. അപ്പൊ എന്തുണ്ടെങ്കിലും പറയാം, അതിനൊരു വഴി ഞാൻ കാണിച്ചു തരും. അതാണ് ഞാൻ പറയാൻ കാരണം. താങ്ക് യു. ഓക്കെ. ജയ സുനിൽ, അൺമ്യൂട്ട് ചെയ്യൂ. ഒരു സെക്കൻഡ്. ഹലോ സാറേ, ഞാൻ ഗോവാന്തത്തിനാണ് എന്റെ സ്ഥലം. ഓക്കെ അറിയാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു കേൾക്കുന്നുണ്ട്. സാറേ, ഞാനിപ്പോ ഈ 9 ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് 3-ാമത്തെ ക്ലാസ് നഷ്ടമായി. അത് വീട്ടില് ചെറിയ ബുദ്ധിമുട്ട് ഞാൻ സാറിനെ വിളിച്ചിരുന്നു. പിന്നെ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ അതും എനിക്ക് 1 ദിവസം ക്ലാസ് നഷ്ടമായി. അത് രണ്ടും വലിയ നഷ്ടം തന്നെയായിരുന്നു. പിന്നെ ഇന്നലത്തെ 9 ചക്ര ഇന്നലത്തെ ഫുള്ള് അത് ചെയ്തപ്പോൾ ഭയങ്കരമായ ഒരു ആശ്വാസമായിരുന്നു. വളരെ സന്തോഷമായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോ. പിന്നെ എന്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ജോലി സ്ഥലത്ത് ഭയങ്കര ടെൻഷനുള്ള ജോലിയായിരുന്നു. അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു ടെൻഷനില്ല എനിക്ക്. ശരിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതില്ല. പിന്നെ ശ്വസന പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടുണ്ട്. ജയസുനിൽ, അവിടെ ഇന്റർനെറ്റ് ഭയങ്കര സ്ലോ ആണ്. ഇന്റർനെറ്റ് നല്ല സ്ലോ ആണ്. എന്ത് കോഴ്സ് അനൗൺസ് ആദ്യം നിങ്ങൾ ഫീസ് ഏറ്റവും കൂടുതൽ ഫീസ് നിങ്ങൾ അടക്കുന്നത്, ആദ്യം ഫീസ് അടക്കുന്നതാണ് പെട്ടെന്ന്.
ഞാനൊരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടാവും. ഞാൻ വേറെ സംഭവം കണ്ടത്. നമ്മുടെ എന്നോടൊപ്പം ഒരു 4000-5000 പേരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഏപ്രിൽ 16 അനൗൺസ് ചെയ്യുന്നത് അതിന്റെ മുന്നേ നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടോ? എന്നിട്ട് പറയുകയും ചെയ്തു ഇപ്പോഴും നിങ്ങളുടെ പൈസ ഇന്ത്യയിൽ ഇരിക്കുകയാണ് കൂടുതൽ. അറിയാലോ? ഓക്കെ, തുടർന്നോളൂ. അതെ സാറേ, ശ്വാസം മുട്ടൽ ഒരു ബുദ്ധിമുട്ട് ശരിക്കും എനിക്കുണ്ടായിരുന്നു. അതിപ്പോ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം വളരെ ആശ്വാസമുണ്ട്. മൂക്കിനൊരു സർജറി ദശ വളർന്നിട്ട് നേരത്തെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശരിക്കും അതിനുശേഷം കുറച്ചുകൂടെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൈനസൈറ്റിസിന്റെ പ്രശ്നം വന്നിട്ട് മൂക്കിൽ കൂടെ പോയില്ല. അപ്പൊ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതൊരു വളരെ വ്യത്യാസം തോന്നുന്നുണ്ട്. പിന്നെ രാവിലത്തെ ക്ലാസ്സിൽ ഇതേ പ്രശ്നം കൊണ്ട് തന്നെ എനിക്കിപ്പോ രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും എന്തെങ്കിലും രാത്രി കുറച്ച് ചുമ കൂടുതലുണ്ട്. അത് കാരണം എനിക്ക് ഉറക്കം ശരിയാകാത്തതാണ് അതിന്റെ ഒരു പ്രശ്നം. രാത്രി കൂടുതൽ ചുമ കൂടുതലാണ്, ഉറക്കം ശരിയാവുന്നില്ല. തോന്നുന്ന ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയും കൂടെ ആയിരിക്കാം. എന്നാലും എനിക്കത് പെട്ടെന്ന് തന്നെ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. അത് ഞാൻ മാക്സിമം അതിനായിട്ട് ശ്രമിക്കും. പിന്നെ ഇത് ഇത്രയും തന്നെ സാറിന്റെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ ചേരാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ഇതേപോലെ ഇവരെല്ലാം പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് സെർച്ച് ചെയ്ത് ക്ലാസ്സിന് ഓരോന്നും 2000-3000 രൂപ ഫീസും, അതെല്ലാം റെക്കോർഡല്ല, ക്യാമറ ഓൺ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ പറയുമ്പോ നമുക്ക് തന്നെ ഓണാക്കി വെച്ചിട്ട് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ. ഇവിടെ ക്യാമറ ഓൺ ക്ലാസ്സിന് പുറത്താ. കഴിഞ്ഞ മാസം ക്യാമറ ഓൺ ആക്കി ഒരുപാട് പേര് റിമൂവ് കളഞ്ഞു. ക്യാമറ ഓഫ് ചെയ്ത ആൾക്കാരെ റിമൂവ് ഫീസ് അടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിന് റിമൂവ് ഓൾറെഡി. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും? അവിടെ ഇന്റർനെറ്റ് വളരെ സ്ലോ ഉണ്ടോ? ഇന്റർനെറ്റ് വളരെ സ്ലോ ആണ്. ആണ്, പക്ഷേ ചില സമയത്ത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും സജഷൻ? നല്ല രീതിയിൽ സജഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സാറിന്റെ ഇത് ഒരുപാട് നാളിങ്ങനെ നല്ലതുപോലെ പോകാനും ഒരുപാട് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരി, ഞാൻ നിങ്ങളെ കൊണ്ടുപോകണ്ടല്ലോ. എന്റെ കൂടെ പോന്നാ മതി, സഞ്ചരിച്ചാൽ മതി. ഷുവർ. ഓക്കെ, ശരി ശരി. ഓക്കെ, തീർച്ചയായും. ഓക്കെ. രജനി എന്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്. പറയൂ, കഴിഞ്ഞ ദിവസം 9 ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. എന്താണ് കഴിഞ്ഞ 9 ദിവസത്തെ അനുഭവങ്ങൾ? നമ്മൾ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ട് നമ്മുടെ കൂടെ ഒന്നിലും വേറെ ഒന്നിലും ഇല്ല. പറയൂ. ആദ്യമായിട്ടാണ്. എനിക്ക് ഞാൻ യോഗയൊക്കെ ചെയ്യാറുണ്ട്, ഇതിനു മുമ്പ് കുറെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. ചില ദിവസമൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യും ഞാൻ കുറച്ച് നേരം. എനിക്ക് ഈ 9 ദിവസത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമാണ്. ഇന്നലെ നല്ലൊരു ഉറക്കം കിട്ടി. എനിക്ക് ഈ ശ്വാസം മുട്ടിന്റെ ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ആണ്. ശ്വാസം മുട്ടില്ല, ഒരു ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം ശ്വാസം കഴിക്കാൻ. ശരിക്കും ശ്വാസം കിട്ടില്ല. അപ്പൊ ഈ പ്രാണായാമൊക്കെ ചെയ്തപ്പോ അതിന് നല്ലൊരു ആശ്വാസമുണ്ട്. നല്ലൊരു ഇതാ മെഡിറ്റേഷൻ. നല്ല യോഗയൊക്കെ മുമ്പേ ചെയ്തോണ്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാറില്ല, കുറച്ചൊക്കെ ചെയ്യും. കുറച്ച് ചെറിയ കുഞ്ഞുണ്ട് വീട്ടിലെ മോളെ, ആ സമയം കുഞ്ഞിടിയുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി ഉറക്കില്ല. പിന്നെ രാവിലെ ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ചേരം ചെയ്യും. അപ്പോൾ സാറിന്റെ ഇതില് ഫേസ്ബുക്കിൽ കണ്ടിട്ടായിരുന്നു ഞാൻ വിളിച്ചത്. ലാസ്റ്റ് നിമിഷമായിരുന്നു ഞാൻ ചേർന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്തോ ദേഷ്യപ്പെടുകയാണ്, മെസ്സേജ് ഒക്കെ അയച്ചിട്ടാണ് ജോയിൻ ചെയ്യിച്ചത്. അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഞാൻ ആ തുടക്കത്തിൽ അന്ന് തുടങ്ങിയില്ല. നാളെ തുടങ്ങും പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ അയച്ചു തരേണ്ടി വന്നു എനിക്ക്. പേഴ്സണൽ അയച്ചു തന്നെ. ലാസ്റ്റ് അന്ന് തുടങ്ങുന്ന അന്ന് രാവിലെ ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ എല്ലാം അയച്ചു. ഞാൻ പിന്നെ നോട്ട്സ് ഒക്കെ ശരിക്കും വായിച്ചു നോക്കുന്നത് നല്ലൊരു ഇതാണ്. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും അഭിപ്രായം, നിർദ്ദേശങ്ങൾ? യോഗ ചെയ്യണമെന്നുണ്ട്. അത് കുറച്ചൊരു ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല, ഒരാളെ നിർബന്ധിക്കില്ല. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ജോയിൻ ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഇപ്പൊ ഇതെല്ലാം ആക്കരുത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. യോഗ ചെയ്ത ദിവസം എനിക്ക് ഇത് നല്ല ആശ്വാസമുണ്ട്. ചെയ്യാത്ത ദിവസം 1 മണിക്കൂർ ചെയ്യുന്ന ദിവസം 1 മണിക്കൂർ ചെയ്യാറുണ്ടോ നിങ്ങൾ? 1.5 മണിക്കൂറിലധികം ചെയ്യാറുണ്ട്. പ്രാണായാമം എല്ലായിട്ട് ചെയ്യാറുണ്ട്. ഞാനിവിടെ കാവിൽ ഭവനിൽ, പയ്യന്നൂരാണ്, കാവിൽ ഭവനില് പോയിട്ടുണ്ടായിരുന്നു യോഗ. ഓഫ്ലൈൻ സെഷനാ? ഇനി
അല്ല അവിടെ പോയി ചെയ്യാ 6 മാസം പോയി ചെയ്തു. പിന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ഓഫ്ലൈൻ സെഷന്റെ പ്രശ്നം എന്താ അറിയോ? ഓഫ്ലൈൻ സെഷൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു 5 മണി മുതൽ 7 മണി വരെ ക്ലാസ് ഇരിക്കാം. 5 മണിക്ക് ആൾക്കാർ ഇങ്ങനെ വരും, ചിലർക്ക് 5:15, 5:30. അതുവരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവിടെ ക്ലാസ് കൃത്യമായി, ആരും കുറ്റപ്പെടുത്തില്ല. 5 അതിൻ്റെ ഇടയ്ക്ക് 5:45 ഒരാൾ വരും മാറ്റ് വിട്ടു, അപ്പൊ വീട്ടിൽ വിഷയം. അപ്പോൾ ഓഫ്ലൈൻ സെഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്ലാസ്. ഇവിടെ ഇവരോട് ചോദിച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആണ്. 4 ആര് വന്നോ വന്നില്ലെന്നുണ്ട്, അത് കാരണം എല്ലാവരും ടൈമിംഗ് കയറും. മറ്റേത് ഇവിടെ നിങ്ങൾ 2 മണിക്കൂർ ഓഫ്ലൈൻ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സെഷൻ 1 മണിക്കൂർ അവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സെഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും പിന്നെ ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അപ്പൊ ഇതിനെ കുറിച്ച് വേറെ എന്താ അഭിപ്രായം? ചക്ര മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ച് എന്താ അഭിപ്രായം? മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ? നല്ല ഇതായിരുന്നു, എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അത് ചെയ്തിട്ട് നല്ല എനിക്ക് ആ ബ്രീത്തിങ് പ്രോബ്ലം നല്ലൊരു വ്യത്യാസമുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, ശ്രമിച്ചു നോക്കുക. സ്ഥിരമായിട്ട് രാത്രി കിടക്കുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പ്രാണായാമം ചെയ്യുക, എന്നിട്ട് ഉറങ്ങാം. അപ്പൊ കുറെ മാറ്റങ്ങൾ വരും. ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം കുറവായിരുന്നു രാത്രി എല്ലാ ദിവസവും. ഇപ്പൊ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ രാത്രി നല്ല ഉറക്കം, ഇന്നലെ നല്ല ഉറക്കായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ രാത്രിയിൽ എല്ലാ മാസം ഒരു 9 ദിവസം 15 ദിവസം ഓരോ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. കാണുമ്പോൾ പറ്റിയ ജോയിൻ ചെയ്യാം, അപ്പോൾ നിർബന്ധിക്കുന്നില്ല, അതാ പറയുന്നത്. ഓക്കെ, ശരി, താങ്ക് യു. ഇപ്പൊ നമ്മൾ ആ രാവിലത്തെ കോഴ്സ് ചെയ്യുമ്പോൾ രാവിലെ 4:45 തന്നെ ചെയ്യണം അല്ല? 4:45 നമുക്ക് 2 സമയമുള്ളൂ. 4:45 to 5:45, 5:50 to 6:55. 4:45 ബാച്ച് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, 2ാം സെഷൻ അറ്റൻഡ് ചെയ്യാം. അവർക്ക് മാത്രം ഇതുണ്ട്. 4:45 പറ്റത്തിൽ 5:45 അറ്റൻഡ് ചെയ്യാം. അല്ല, അതിപ്പോ നമ്മൾ ഇത് ചേർന്ന് കഴിഞ്ഞാല് 4:45 പറ്റിയില്ലെങ്കിൽ 5:45 ചെയ്യാൻ പറ്റില്ലേ? പറ്റും. സെയിം ക്ലാസ് ആണ് ഓരോ ദിവസം, സെയിം തന്നെ. ഓരോ ദിവസങ്ങൾക്ക് മാത്രമേ മാറ്റുള്ളൂ. 4:45 എടുക്കുന്ന എന്താണോ അത് തന്നെയാണ് അന്നത്തെ ദിവസം 5:55 എടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, വേറെ ഒന്നുമില്ല. ശരി. രവീന്ദ്രൻ, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ആയിട്ടില്ല. ഓക്കെ, റൈറ്റ്. പറയൂ, എന്താണ് കഴിഞ്ഞ 9 ദിവസത്തെ ഒരു അനുഭവം പറയൂ. ഭാര്യ പിടിച്ച് ചേർത്താന്ന് തോന്നുന്നു അല്ലേ? ഒരു സംശയം. അതെ സാറേ, വൈഫ് വിളിച്ചിട്ടാണ് എന്നെ ചേർത്തത്. കുറെ ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട് ഇങ്ങനെ ചേരണം, അതിനെ ചേർന്ന്. അപ്പൊ യോഗയ്ക്കും ചേരാൻ പറയുന്നുണ്ട്. അപ്പൊ യോഗ ചേരുന്നുണ്ടെങ്കിൽ 4:45 എന്നൊക്കെ പറഞ്ഞു ഒരു കഷ്ടി ഒരു 5:45 ഞങ്ങള് വൈഫിന്റെ നടത്തം കഴിഞ്ഞ് യോഗ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്ന് 6:45 7 മണിക്ക്, പിന്നെ ഒരു 7 8 മണിക്ക് കട തുറക്കുന്നത്. അപ്പൊ എനിക്കൊരു ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് ഈ ബിസിനസ് അവരുടെ തിരക്കിന്റെ ഇതിലാണ്, നല്ല നല്ല തിരക്കായിരുന്നു. ഇപ്പോ ഈ 9 ദിവസം നമുക്ക് ക്ലാസ് കിട്ടിയപ്പോ അതിലൊരു ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വൈഫിനും അറ്റൻഡ് ചെയ്യണമല്ലോ. ഞങ്ങൾക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഞങ്ങള് പുറത്ത് പോകും. ഞങ്ങളൊരു 9 മണിയാകുമ്പോഴേക്ക് എത്താന്ന് വിചാരിച്ചിട്ടാ. അന്ന് എത്തുമ്പോൾ തന്നെ 10 മണിയായി. അപ്പൊ അത് കാരണം അന്നത്തെ ഒരു ക്ലാസ് പോയി നഷ്ടപ്പെട്ടത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നി എനിക്ക്. പക്ഷെ എനിക്ക് ബാക്കി 8 ദിവസം കിട്ടിയതില് നമുക്ക് ഈ 3/4 മണിക്കൂറാണെങ്കിൽ സാറിന്റെ ക്ലാസ് ആണെങ്കിൽ കൂടി ഈ 3/4 മണിക്കൂർ നമ്മൾ എവിടെ ഇരിക്കണം എന്നുള്ള നമുക്ക് എല്ലാ തിരക്കും ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് അത് നമുക്ക് ഓട്ടപ്പെട്ടു. ഇപ്പൊ എനിക്കത് ആ അനുഭവം കിട്ടിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതുമാതിരി സൈലന്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് യോഗി ഇവിടെ കോയമ്പത്തൂർ ഇഷ ഇല്ലേ, അവിടെ പോയപ്പോഴാണ് നമ്മള് നമ്മളതിന്റെ ഉള്ളിലേക്കായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിശബ്ദമാണല്ലോ. അപ്പൊ അവിടെ ഒരു പ്രത്യേക ഒരു അനുഭൂതി നമുക്ക് കിട്ടും. അതേമാതിരി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതി. നമുക്ക് എല്ലാ ഭാരങ്ങളും എല്ലാം ഇറക്കി വെച്ചിട്ട് നമ്മള് വേറൊരു ലോകത്തിൽ ചെന്ന് പെട്ടാൽ മതിയാണ്. എനിക്ക് ആ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നന്നായിരുന്നു സാറേ, ക്ലാസ് ഒക്കെ നന്നായി, നല്ല ഇതായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു ക്ലാസ്. ഈ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടതിൽ നമുക്ക് വിഷമമുണ്ട്. ഇനിയിപ്പോ ദിവസങ്ങളുണ്ടല്ലോ. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ നമുക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനി വർഷക്കാലമായി കഴിഞ്ഞ ഇപ്പൊ ഈ നല്ല വേനൽ നല്ല ചൂടല്ലേ, അത് കഴിഞ്ഞിട്ട് യോഗയിൽ ചേർന്നുള്ളൊരു അഭിപ്രായം. നല്ല ചൂടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എനിക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മളത് കൂടുതൽ ഇത് കൊടുക്കണ്ട. അപ്പൊ ഞാൻ ആദ്യത്തെ യോഗ എക്സസൈസ് ചെയ്തിരുന്നാണ്. പുരോഗക്കാർക്ക് എനിക്ക് അറിയുന്നതാണ്. എല്ലാ കുറെ ക്ലാസ്സുകൾ ചെയ്യില്ലെന്ന് മാത്രം, അതാണ് പ്രശ്നം എല്ലാവരുടെയും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് മാത്രം. അത് കണ്ടിന്യൂ ചെയ്ത് പോണമെന്നുണ്ട്, ഒരു കാര്യങ്ങളുണ്ട്. ശരി സാർ, ഓക്കെ. റാണി സംസാരിച്ച് കേക്കട്ടെ ബാക്കി.
അൺമ്യൂട്ട് ചെയ്യൂ. ആയില്ല. യെസ് ആയി, പറയൂ. ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ ഒരു മിനിറ്റ്, ഹസ്ബൻഡിന്റെ തന്നെ മ്യൂട്ട് ചെയ്യും. രണ്ടുപേരും എക്കോ അടിക്കണം. അത് മ്യൂട്ട് ചെയ്യും. ആഞ്ഞു പറയൂ. ഹസ്ബൻഡിന്റെ അതേ അഭിപ്രായത്തോടെ എക്കോ അടിക്കുന്നു. ആഞ്ഞു പറയൂ. കേൾക്കുന്നില്ല. നിങ്ങളുടെ മ്യൂട്ടായത്. നിങ്ങളുടെ മ്യൂട്ട്. ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ ഞാനും പറഞ്ഞോളൂ. യെസ്. അതേ അഭിപ്രായത്തോട് യോജിക്കുന്നു. എനിക്ക് നല്ലൊരു അനുഭൂതി തന്നെയാണ് ഉണ്ടായത്. ഞാനിപ്പോ 20 ദിവസമായി ജോയിൻ ചെയ്തിട്ട്. പിന്നെ ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ ഉണ്ട്. പിന്നെ വേറെന്താ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങള്? നല്ല അഭിപ്രായം തന്നെ. നഷ്ടായോ? പൈസ പോയോ? ഇല്ലില്ല. ഇതിന് വീണ്ടും തുടർന്ന് പോകുന്നുണ്ട്. എത്രത്തോളം പറ്റുന്ന അതുവരെ ഹസ്ബൻഡിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കണം ഇനി. ശരി, ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു സർ. അനിത പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യൂ. ആയിട്ടില്ല. പറയൂ. കഴിഞ്ഞ 9 ദിവസത്തെ കാര്യം, പിന്നെ എന്നോടൊപ്പമുള്ള യാത്രയും പറഞ്ഞു. കുഴപ്പമില്ല. വളരെ നല്ല എഫക്റ്റീവായ ക്ലാസ് ആയിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ സാർ അയക്കുന്ന നോട്ട്സും PDF ഒക്കെ വളരെ ലളിതമായിട്ട് നന്നായിട്ട് മനസ്സിലാവുന്ന വിധത്തിലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ചക്ര മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ വളരെ നല്ല അനുഭവമായിരുന്നു. ഇന്നലെ നടന്ന 7 ചക്രയെ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ രാവിലെ മുതൽ അയച്ചു തന്ന നോട്ട്സ് ഒക്കെ വായിക്കുമ്പോൾ സാറ് കുട്ടികളെ ഒരു പരീക്ഷക്ക് ഒരുക്കുന്ന ഒരു ടീച്ചേഴ്സിന്റെ ഒരു ഇതിലായിരുന്നു. നെറ്റ് ഉണ്ടോ നോക്കണം, മൊബൈൽ ചാർജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് നല്ല സന്തോഷം. കുട്ടികളതാ വടി കയ്യിലുണ്ട്. എപ്പോഴും വടി ഉണ്ടാവാറുണ്ട്. വടി വെച്ചിട്ട് തന്നെ കൊണ്ടുപോകും പലരും. മറ്റുള്ളവർക്ക് അറിയാതെ. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് രാവിലെ ഉറക്കം ഉണർന്നത്. പിന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. സാറിന്റെ കൂടെ ചേർന്നിട്ട് 6.5 മാസമായി. 4 മാസം ആകുമ്പോ തന്നെ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ മരുന്നിന്റെ ഡോസ് കുറച്ചിട്ടുണ്ട്. ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ദുസ്വപ്നങ്ങളൊന്നും ഇപ്പൊ കാണാറില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. കൃഷ്ണ ഒന്ന് പറഞ്ഞേ. ലീവായിരുന്നു, എന്നാലും ഒന്ന് പറയൂ. കൃഷ്ണ അൺമ്യൂട്ട് ചെയ്തേ. ലീവിലാണ്. അൺമ്യൂട്ട് ചെയ്യ്. നമസ്കാരം സാറേ. നമസ്കാരം. കേക്കണ്ടേ? എനിക്ക് ഒരു 2-3 ക്ലാസ്സുകളൊക്കെ എനിക്ക് മിസ്സായെങ്കിലും എനിക്ക് വളരെയധികം ഞാൻ കയറിയ ക്ലാസ്സുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇന്ന് രാവിലെ സാറിനെ മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ സാറിനോട് ചോദിച്ചില്ല ഇനി ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടോന്ന്. എന്നിട്ട് സാറ് ഇനിയും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ തരണം. ഇനിയും നെക്സ്റ്റ് മന്ത് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ മാസം ചില സാങ്കേതികമായ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഈ മാസം അറ്റൻഡ് ചെയ്യാൻ റെഗുലർ ആയിട്ട് മോർണിംഗിലുള്ള ആ ഒരു ബാച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവനവന് ശരീരം ആരോഗ്യം ഉണ്ടെങ്കിൽ ഏത് ട്രെയിനിങ്ങിന് പോകാൻ പറ്റും. അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എല്ലാവർക്കും. അതാണ് നമ്മുടെ സമയം ഞാൻ ചോദിക്കട്ടെ. 10,000 രൂപ നഷ്ടപ്പെട്ട 10,000 രൂപ നമുക്ക് അടുത്ത മാസം ഉണ്ടാക്കാം. സമയം നഷ്ടപ്പെട്ട നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. തുടരും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ എനിക്ക് ഉണ്ടായി. എന്നാലും ഒരു 2-3 ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. എന്നാലും എനിക്ക് വളരെയധികം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ അധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും സാറ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച്. രതി അൺമ്യൂട്ട് ചെയ്തേ.
എല്ലാവരും എന്റെ പ്രായം കൂടുതലാട്ടോ. എല്ലാരും പേരെ വിളിക്കണം, ഒന്നും വിചാരിക്കണ്ട. എല്ലാരും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ഒന്നും വിചാരിക്കണ്ട. പറയൂ. കൊറേ നാളായി ഞാൻ ഈ ചക്ര മെഡിറ്റേഷൻ ചെയ്യണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കണം, യൂട്യൂബിലൊക്കെ കാണുമ്പോൾ. അതില് ചക്രയുടെ എനർജൈസ് ആയതില്ലെങ്കിലത്തെ പല പ്രശ്നങ്ങളും എനിക്കുണ്ട്, അതെനിക്കറിയാം. അതിന്റെ അതിലൊരു കാരണം തന്നെ എനിക്ക് എല്ലാവരും ഒരു മനുഷ്യന് എല്ലാ പ്രശ്നവും 7 ചക്രയും കൂടി നോട്ട് വായിച്ചൊരു കാര്യം കൃത്യമായിട്ട് എല്ലാ അസുഖങ്ങളും ഓരോ ഇതിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇല്ലേ? ഓരോ ചക്രയിലും മൂലാധാരം മുതൽ സഹസ്രാരം 7 ചക്രത്തിലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ഓരോ ഇതിനും പറയുന്നുണ്ട്. പറഞ്ഞു. അതില് മിക്കവാറും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ആങ്സൈറ്റി, ഫിയർ. ഇന്നലെ അത് മാറിയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്നലെ ഫീഡ്ബാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. ധൈര്യം നമ്മളെ എനർജി കൂട്ടല്ലേ. എല്ലാവർക്കും മടിയാണ്. പണ്ട് നമ്മള് 4 ആളെ കാണുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, അത് നമ്മൾ മാറില്ല. ഇനി പിന്നെ അത് ഇതിന്റെ കൂടുതലായിട്ട് ഇനി പിന്നെ അറിഞ്ഞു വരുമ്പോ അറിയാം. പിന്നെ ഞാനിതില് പിന്നെ ഞാൻ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കേട്ടതിട്ടാണ് ഈ ഇതിൽ ചേർന്നത്. കാരണം ഇനി യോഗയൊക്കെ എനിക്കും അറിയാം, ഞാനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യണ യോഗ ചെയ്തിട്ട് എന്റെ പ്രശ്നം മാറിയിരുന്നില്ല. ഉറക്കക്കുറവാണ് എന്റെ പ്രശ്നം. എനിക്ക് 1-2 ഉറക്കം ഉണ്ടാവാറുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ഞാൻ എന്റെ പ്രാണായാമം ഒക്കെ ചെയ്തിരുന്നു. മെഡിറ്റേഷൻ കുറച്ചു കാലം ഒരു പ്രത്യേക തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉറക്കമുണ്ടായിരുന്നു. നിർത്തി കഴിഞ്ഞപ്പോ അത് ഇല്ലാതെയായി. അപ്പൊ ആ യോഗ പോരാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇതിൽ ചേർന്നത്. അത് ഇപ്പൊ ഉറക്കം വരുന്നുണ്ട്. അല്ല സാറ്റിസ്ഫൈഡ് ആണോ അതോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ക്ലാസ് രാവിലത്തെ? അല്ലല്ല, സാറ്റിസ്ഫൈഡ് ആണ്. ഒരിക്കലും പോസിറ്റീവ് കണ്ട് എന്നെ പൊക്കി ഒരിക്കലും പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ തന്നെ പറയാം, അപ്പോഴേ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അങ്ങനെ മെഡിറ്റേഷന്റെ കുറിച്ചിട്ട് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം ഇനി എന്തായാലും 2 മാസം വീണ്ടും ഒരു മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആക്റ്റീവ്, ഭയങ്കര എനർജി കൂടും. ഇതിപ്പോ നമ്മൾ മരുന്ന് കഴിച്ചാൽ നാളെ പറഞ്ഞേ പാരസെറ്റമോൾ കഴിക്കുമ്പോഴേക്ക് പനി മാറില്ല, 2 ദിവസം അപ്പൊ ഇതിന്റെ മാറ്റങ്ങൾ ആ ചക്ര മെഡിറ്റേഷന്റെ ബെനിഫിറ്റും പ്രാണ മെഡിറ്റേഷൻ അതിങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെന്റ് വ്യത്യാസം വരും. ഒറ്റയടിക്ക് മാറ്റാണല്ലോ അതിനനുസരിച്ച്. മറ്റേ മെഡിറ്റേഷൻ കൊണ്ട് ഈ ഉറക്കത്തിന്റെ അതാണ് എന്റെ മെയിൻ പ്രശ്നം. അത് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷാണ്. അതെനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ സാറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സാറിന്റെ ആത്മാർത്ഥ ഞങ്ങളെ എങ്ങനെയെങ്കിലും നന്നാക്കി അടങ്ങൂന്ന് ഞങ്ങളും കൂടി അതുപോലെ. അതിന്റെ ഉത്തരവാദിത്തമാണല്ലോ, കാരണം അതെന്റെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി എത്ര പേര് തെറി വിളിക്കുന്നു, ദേഷ്യപ്പെടുന്നു, എന്തൊക്കെ ചെയ്യുന്ന അറിയോ? പറയും യോഗയിൽ വന്നാൽ നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ പിന്നെ പലരും ചോദിക്കും യോഗ തുടങ്ങുമ്പോഴും അവസാനം പ്രാർത്ഥന പ്രയർ വേണമെന്ന് പലരും പറഞ്ഞിട്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യനായാലും ഹിന്ദുക്കള് വീട്ടില് പൂജാറോ പൂജിക്കാതെ അമ്പലത്തിൽ പോവാ, ക്രിസ്ത്യനാച്ചാൽ പള്ളിയിൽ പോവാ, മുസ്ലിം ആച്ചാൽ നിസ്കരിക്കാം. ഇവിടെ അതൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ പ്രാർത്ഥന പ്രയർ ഒന്നുമില്ല, ഇല്ലല്ലോ, ഒന്നുമില്ല. ഇപ്പൊ ചക്ര മെഡിറ്റേഷൻ ആളുകളുടെ ധാരണ എന്തറിയോ, ഇത് എന്തോ ഒരു ഹിന്ദു വിശ്വാസമാണെന്നുള്ളത്. ഒന്നുമല്ല. ഇത് ഞാൻ നല്ല ഞാൻ എന്തെങ്കിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനെ ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നമ്മുടെ ശരീരം മൈൻഡ് തോട്ട് ഈ 4 കണക്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. മൈൻഡ് തോട്ടും ഹെൽത്തും ബോഡിയും അതുമായിട്ട് ഏത് ക്ലാസ് ഞാൻ കൊടുക്കും. അതിപ്പോ നമ്മൾ ഫേഷ്യൽ എക്സസൈസ് നിങ്ങൾ അറ്റൻഡ് ഏത് കാര്യം അതേപോലെ തന്നെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഇമ്പോസിബിലിറ്റി ഉണ്ട്, അത് ശരിയാണ്, ഞാൻ നോക്കട്ടെ. അത് ശരിയാ, അത് നമ്മുടെ അടുത്തതിൽ വരും. കാരണം തരാൻ പറ്റില്ല, അതുകൊണ്ടാ ആ സാധനങ്ങളാണ് അതിങ്ങനെ 21 ദിവസമാണ് പോട്ടെ. ശരി, 21 ദിവസം പോയാൽ അപ്രതീക്ഷിതമായ മിറാക്കിൾ സംഭവിക്കല്ലേ. നമ്മൾ ശരിക്കും മിറാക്കിളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഉഷാകുമാരി അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ എന്താണ് കഴിഞ്ഞ 9 ദിവസത്തെ. അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ആയിട്ടില്ല ഉഷ, അൺമ്യൂട്ട് ആയിട്ടില്ല. യെസ് ആയി, പറയൂ, ഇനി പറഞ്ഞോളൂ. യെസ്, ക്ലിയർ ആയി, പറഞ്ഞോളൂ. സാർ, ഞാൻ ചക്ര മെഡിറ്റേഷൻ കേൾക്കുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ് സാർ ഞാനിത്. പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ, നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞോളൂ. പിന്നെ 9 ദിവസത്തെ അനുഭവം എന്ന് പറയാൻ സാറേ, പെട്ടെന്ന് എനിക്കൊന്നും അങ്ങോട്ട് ഫീൽ ആയിട്ട് പറയാൻ അങ്ങോട്ട് ആയിട്ടില്ല. എങ്കിൽ പോലും ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ ക്ലാസുകൾ എടുക്കുന്ന കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കി ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ?
ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളും പറയുന്ന ഉണ്ട്, കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട് സാർ. ആ, ആ. മനസ്സിലാവുന്നുണ്ട് സാർ, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് റിസൾട്ട് പതുക്കെ പതുക്കെ തന്നെ വരുള്ളൂ. പെട്ടെന്ന് ഒരു ഇതാ അറിയാൻ പറ്റില്ല. പതുക്കെ പതുക്കെ ചേഞ്ചസ്, ചെറിയ ചെറിയ ചേഞ്ചസ് മാറ്റം വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഏത് യോഗ ചെയ്യാച്ചാൽ എന്ത് ചെയ്യും അങ്ങനെ ഉണ്ടോ, പതുക്കെ പതുക്കെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ? അതാണ് ചോദ്യം. ആ 9 ദിവസത്തെ അതെ സാർ, അതെ അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ വേറെ ക്ലിയർ എന്തെങ്കിലും ആവുന്നില്ലേ സാറേ? ക്ലിയർ ആവുന്നുണ്ട്, പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? വേറെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങൾ എന്ന് പറയാൻ സാറേ, എനിക്ക് കുറച്ച് വീസിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് രാവിലെ എണീക്കുമ്പം നന്നായിട്ട് തുമ്മലുണ്ട്, പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരെ കാലാവസ്ഥയ്ക്ക്. പക്ഷെ എനിക്ക് നല്ല മാറ്റമുണ്ട് അതില്. പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് നല്ല മാറ്റമുണ്ട്. അതെനിക്കൊരു നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, എനിക്ക് എല്ലാ മാസവും വയറുവേദനയാണ്. അങ്ങനെ അങ്ങനെയുള്ള, അല്ലാതെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് സാറേ, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി എന്നെ വിളിച്ച് സംസാരിച്ചത്. ഹസ്ബൻഡ് പറഞ്ഞു മാറ്റങ്ങൾ, എന്തോ ഹസ്ബൻഡ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, വിളിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ. എനിക്ക് അല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല സാറേ. ഒത്തിരി സന്തോഷമുണ്ട് സാറിന്റെ ക്ലാസ്സിൽ ചേർന്നതില്. ചേച്ചി മുഖാന്തരമാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ആയിക്കോട്ടെ, ഓക്കെ. ഒത്തിരി സന്തോഷം സാറേ. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ബിന്ദു പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. ബിന്ദു അൺമ്യൂട്ട് ചെയ്യൂ. നമസ്കാരം സാർ, കേൾക്കാമോ? കേൾക്കാം. പറയൂ, കഴിഞ്ഞ 9 ദിവസത്തെ ബാക്കിയുള്ള അനുഭവങ്ങൾ എല്ലാം പറഞ്ഞോളൂ. ഞാൻ 2 മാസമായി സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട്. മൂന്നാമത്തെ, അതായത് ആദ്യം മെസ്സേജ് അയച്ചു, പിന്നെ ഞാൻ ഓർത്തു വേണ്ടാന്ന് വെച്ചു, രണ്ടാമത് അയച്ചു അങ്ങനെ ഏതിന്റെ അത് എന്റെ മുഖം കണ്ട സാറിന് അറിയാലോ. ഇപ്പൊ പുറത്തേക്ക് അപ്പൊ മൂന്നാമത് മെസ്സേജ് അയച്ചപ്പോ ഞാൻ ഓർത്തു 1 മാസം ഒന്ന് നോക്കാം. കാരണം എനിക്ക് BP ഹൈ ആണ്, എനിക്ക് 260 വരെ എത്തി. 3 പ്രാവശ്യം ഞാൻ തലയിറങ്ങി വീണു, ബോധമില്ലാണ്ടായി പോയി. അപ്പൊ ഞാൻ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം എനിക്ക് ലാസ്റ്റ് ഡോക്ടർ എടുത്ത് വെയിറ്റ് നോക്കുമ്പോൾ 88 ആയിരുന്നു. അപ്പൊ ഡോക്ടർ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം, അപ്പൊ എന്റെ ഓരോ കിലോ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്റെ BP ഡൗൺ ആയിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഡോക്ടർ അടുത്ത് പോയിട്ടില്ല, 2 മാസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മറ്റേത് എനിക്ക് BP ഹൈ ആവുമ്പോ എനിക്ക് കൂടുന്നുള്ളത്. ഇപ്പൊ പക്ഷെ അങ്ങനെ വരുന്നില്ല. അതൊരു ആദ്യത്തെ ഒരു കാര്യം. അതെന്തായാലും കുറയ്ക്കും. ഇപ്പോഴേക്ക് ഇറങ്ങുമ്പോ ഓരോരുത്തർക്ക് മനസ്സിലായി തുടങ്ങി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യണില്ലാന്ന് പറയാറ്. കാരണം 10 കിലോ കുറഞ്ഞിട്ടല്ലേ നമുക്ക് എനിക്കത് എന്റെ ശരീരത്തിലും മനസ്സിലാവുള്ളൂ. ഒരു കാര്യം. പിന്നെ എനിക്ക് മാസത്തിൽ 15 ദിവസം തുമ്മലായിരുന്നു, രാവിലെ എത്തി തുടങ്ങിയ തുമ്മലായിരുന്നു. ഇപ്പൊ ആ ഒരു കാര്യം ഇല്ല. അത് തുമ്മി തുടങ്ങിയ പിന്നെ വൈകിട്ട് വരെ സിട്രസൺ കഴിക്കുമായിരുന്നു. ഇപ്പൊ 2 മാസമായിട്ട് സിട്രസൺ കഴിക്കണേ ഇല്ല. അതൊരു കാര്യമുണ്ട്. പിന്നെ ഈ ചക്ര മെഡിറ്റേഷന്റെ കാര്യം എനിക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ ഞാൻ ആ സമയം അത്രപോലെ റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ഒരു സമയം കിട്ടാറില്ല. ഇന്നലെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എനിക്ക് അത്രയും ടൈമൊന്നും ആ കോൺസെൻട്രേഷൻ കിട്ടില്ല, ആ കളർ അങ്ങനെയൊന്നും ഫുൾ ടൈം ഒന്നും വരില്ല കേട്ടോ. അതൊക്കെ ഒരു കാര്യം ഉണ്ട്. എല്ലാം മനസ്സിലായി കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമില്ല. കുറയ്ക്കാനുള്ള ഒരു കാര്യമുണ്ട്, മടി. അത് കുറയണില്ല, അത് കുറയ്ക്കലാണ്. അത് ഒരു ശീല, അത് കൂടുതലാണ് എനിക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ 1 മാസത്തേക്കൊന്ന് ട്രയൽ ചെയ്യാനായിട്ട് കേറിയതാ. പക്ഷെ ഇനി ഞാൻ പോണില്ല. കാരണം അങ്ങനെയാണ്. ഞാൻ എന്തായാലും ആ വെയിറ്റ് കുറച്ച് അങ്ങനെ ആയിട്ടേ പോണുള്ളൂ.
തീർച്ചയായിട്ടും പോവാൻ നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് എപ്പോ വേണേ പോവാം, എത്ര നാൾ വേണം തുടരുകയും ചെയ്യാം. അത് ഇല്ല ഇല്ല അങ്ങനെ മാക്സിമം, കാരണം എനിക്ക് ഞാൻ പറയാറുണ്ടല്ലോ ടൈമൊക്കെ ചിലപ്പോൾ മാറേണ്ടി വരും, അങ്ങനെ പ്രശ്നങ്ങൾ. പിന്നെ ചിലപ്പോ എനിക്ക് ഒട്ടും പറ്റില്ല, നമ്മുടെ ഞാൻ വീഴുവോ, കാരണം ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതെ അതെ അങ്ങനെ കുഴപ്പങ്ങളേ ഉള്ളൂ, ഓക്കെ. വേറെ കുഴപ്പമില്ല, ഹാപ്പിയാണ്. എന്തെങ്കിലും ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. വേറെ ഒന്നുമില്ല, ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. താങ്ക് യു. എന്തായാലും താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് പേര് കഴിഞ്ഞ 9 ദിവസത്തെ ഫീഡ്ബാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മിറാക്കിൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, താങ്ക് യു എല്ലാവരോടും. താങ്ക് യു.